2025 ഫെബ്രുവരി മാസം 25-ാം തീയതി വൈകുന്നേരം 6:30 തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് ഒരു ഓട്ടോ വന്നു നിൽക്കുന്നു. പോലീസുകാരൻ ആദ്യം വിചാരിച്ചത് എന്തോ പരാതി നൽകാൻ വന്ന ആള് ആണ് എന്നാണ്. ഒട്ടും ഭയമില്ലാതെ ആ യുവാവ് പറഞ്ഞു, എൻ്റെ പേര് അഫാൻ, ഞാൻ ഇന്ന് 6 കൊലപാതകം ചെയ്തു. പോലീസുകാരൻ ആദ്യം കരുതിയത് എന്തോ വട്ട് കേസാണെന്ന്. താൻ പറയുന്നത് പോലീസുകാർക്ക് വിശ്വാസമായിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട അഫാൻ പോലീസുകാരനോട് ആവർത്തിച്ച് പറഞ്ഞു, സാർ, എൻ്റെ പേര് അഫാൻ, ഞാൻ ഇന്ന് 6 കൊലപാതകം ചെയ്തു. ഇതിൽ 3 കൊലപാതകം നടന്നത് എൻ്റെ വീട്ടിൽ വെച്ചാണ്. അവിടെ ഞാൻ സിലിണ്ടർ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ അവിടെ ഭൂകമ്പം നടക്കും, മൊത്തം കത്തി നശിക്കും. ഇവൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ പെട്രോളിങ്ങിൽ ഉണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരനോട് മെസ്സേജ് പാസ് ചെയ്തു. അവൻ കൊടുത്ത അഡ്രസ്സിൽ ചെന്ന പോലീസുകാരൻ കണ്ടത് വീട് പുറത്തു നിന്നും പൂട്ടിയിട്ടിരിക്കുകയാണ്. വീട് പൂട്ട് പൊളിച്ച് പോലീസുകാരൻ അകത്തേക്ക് കയറി. ആദ്യം തന്നെ അവർ ഗ്യാസ് ഓഫ് ചെയ്തു. തുടർന്ന് അവൻ പറഞ്ഞതുപോലെ ആ വീട്ടിൽ എവിടെയെങ്കിലും മൃതദേഹമുണ്ടോ എന്നവർ സെർച്ച് ചെയ്തു. ഹാളിൽ തന്നെ ഒരു 14 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ മൃതദേഹം പോലീസുകാരന് ലഭിച്ചു. അത് മറ്റാരുടെ ആയിരുന്നില്ല, അഫാന്റെ കുഞ്ഞനുജൻ്റെതായി. അവൻ്റെ പേര് അഫ്സാൻ. പോലീസിനെ കണ്ട് അയൽവാസികളൊക്കെ ഓടിക്കൂടി. തലയിൽ അഗാധമായ മുറിവും കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു മൃതദേഹം. ഇത് കണ്ട പോലീസുകാരൻ ആദ്യമൊന്ന് പതറിയെങ്കിലും ധൈര്യത്തോടെ തന്നെ അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു. രണ്ടാമത്തെ ബോഡിക്കായി അവർ ആ വീട് മുഴുവൻ തിരഞ്ഞു. വീടിൻ്റെ ഒരു മുറിക്കുള്ളിൽ നിന്നും മറ്റൊരു മൃതദേഹം കൂടി അവർക്ക് ലഭിക്കും. അത് അഫാന്റെ ഉമ്മയുടെ മൃതദേഹമായി. ശ്വാസം പൂർണ്ണമായും നിലച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അഫാൻ പറഞ്ഞത് 3 ഡെഡ് ബോഡി എന്നാണ്. 3ാമത്തെ ബോഡിക്കായി പോലീസ് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. മുകളിലത്തെ നിലയിൽ നിന്നും 3ാമത്തെ ബോഡി പോലീസ് കണ്ടെത്തി. അത് മറ്റാരുടെ ആയിരുന്നില്ല, അത് അഫാന്റെ ഗേൾഫ്രണ്ടിൻ്റെ ഡെഡ് ബോഡിയായിരുന്നു. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു. ആ പയ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്, അവനെ വിടരുതെന്നും പോലീസ് പറയുന്നു. സീനിയർ പോലീസ് ഓഫീസർ അവനോട് ചോദിച്ചു, നീ പറഞ്ഞത് 6 കൊലപാതകം എന്നല്ലേ, ബാക്കി 3 ബോഡി എവിടെയാണ് എന്ന് അവനോട് ചോദിക്കുന്നു. ബാക്കി 3 ബോഡിയും മറ്റ് 2 സ്ഥലങ്ങളിലാണെന്നും അവിടുത്തെ അഡ്രസ്സും പോലീസുകാരന് അഫാൻ കൈമാറി. ഇതിൽ ഒരു അഡ്രസ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും പുറത്തുള്ള ഒരു അഡ്രസ്സായിരുന്നു. ഉടനെ പോലീസ് അവിടെയുള്ള സ്റ്റേഷനിലേക്ക് മെസ്സേജ് പാസ് ചെയ്തു. അവിടെ നിന്നും 4ാമത്തെ ബോഡി പോലീസ് കണ്ടെത്തി. അത് അഫാന്റെ പിതാവിൻ്റെ അമ്മയുടെ ബോഡിയായിരുന്നു. പേര് സൽമാ ബി. 3ാമത്തെ അഡ്രസ്സിലെത്തിയ പോലീസുകാർക്ക് അവിടെ നിന്നും ഒരു ഫീമെയിൽ ബോഡിയും മെയിൽ ബോഡിയും ലഭിക്കും. മെയിൽ ബോഡി ലത്തീഫ്, അഫാന്റെ ചിറ്റപ്പൻ. 2ാമത്തേത് ലത്തീഫിന്റെ വൈഫ് ഷബാനയുടെ ബോഡിയായിരുന്നു. 3 സ്ഥലങ്ങളിലും വിസിറ്റ് ചെയ്ത പോലീസ് ഈ പയ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺഫേം ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അവനെ അറസ്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചു. അപ്പോൾ അവൻ പറയുന്നു, കഥകളൊക്കെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാരോട് പറയുന്നു. ഉടനെ തന്നെ പോലീസ് അവനെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും ഈ വാർത്ത കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും ബ്രേക്കിംഗ് ആൻഡ് ഷോക്കിംഗ് ന്യൂസ് ആയി മാറി. കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനുമായി ഇന്ന് വീണ്ടും mass murders of 5 people have shocked God's own country. ഇനി നമുക്ക് അഫാൻ എങ്ങനെയാണ് ഇത് ചെയ്തു എന്ന് നോക്കാം. 2025 ഫെബ്രുവരി 25-ാം തീയതി രാവിലെ 10:30 വീട്ടിൽ അമ്മയുമായി വഴക്കിടുന്ന അഫാൻ അമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുന്നു.
അമ്മയെ മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷം KL-21Z-9116 എന്ന ബുള്ളറ്റും എടുത്ത് ബാഗും തൂക്കി അവൻ പുറത്തേക്ക് പോയി. പരിചയമുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 200 രൂപ കടം വാങ്ങി ആ പണം ഉപയോഗിച്ച് അടുത്തുള്ള കടയിൽ നിന്നും ഒരു ചുറ്റിക വാങ്ങും. ചുറ്റിക ബാഗിനുള്ളിൽ സൂക്ഷിച്ച് അവൻ അവിടെ നിന്നും 15 കിലോമീറ്റർ ദൂരെയുള്ള പാങ്ങോട് എന്ന സ്ഥലത്തേക്ക്. അവിടെയാണ് സൽമ ബീവിയുടെ വീട്. സൽമ ബീവി എന്ന് പറയുന്നത് അഫാന്റെ അമ്മൂമ്മയാണ്. ഇവിടെ സൽമ ബീവിയുടെ 11 മക്കളിലെ ഏറ്റവും ഇളയ പുത്രന്റെ മൂത്ത മകനാണ് അഫാൻ. അതുകൊണ്ട് തന്നെ തൻ്റെ ചെറുമകനോട് ആ അമ്മൂമ്മയ്ക്ക് ഒരുപാട് സ്നേഹവും ലാളനയും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന അഫാൻ അമ്മൂമ്മയോട് തൻ്റെ മാല പണയം വെക്കുവാൻ ആവശ്യപ്പെടും. മാല തരുന്നില്ല എന്ന് കണ്ടപ്പോൾ 80 വയസ്സ് പ്രായമുള്ള ആ സ്ത്രീയെ അതിക്രൂരമായി അവൻ കൊലപ്പെടുത്തി. 80 വയസ്സ് പ്രായമുള്ള ആ സ്ത്രീ 23 വയസ്സ് പ്രായമുള്ള നല്ല ശരീരമുള്ള അഫാനെ എങ്ങനെ നേരിടും? ആ പാവ സ്ത്രീ ഈ നരാധമന്റെ കൈകൊണ്ട് കൊലപ്പെടും. മരണം ഉറപ്പുവരുത്തുവാൻ പലതവണ അവൻ ചുറ്റിക കൊണ്ട് തല അടിച്ച് തകർക്കുന്നു. അവിടെ നിന്നും മാലയും എടുത്ത് നേരത്തെ പറഞ്ഞ ധനകാര്യ സ്ഥാപനത്തിലേക്ക് അവൻ മാല പണയം വെക്കുവാനായിട്ട് പോകും. മാല പണയം വെച്ച് പണമെടുത്ത് അവൻ അവിടെ നിന്നും പുറത്തേക്ക് വരും. ശേഷം ചുള്ളാളത്തുള്ള തൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക് പോയി ചിറ്റപ്പനെയും ചിറ്റപ്പൻ്റെ ഭാര്യയെയും അവൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുന്നു. ലത്തീഫ് കസേരയിൽ ഇരുന്ന രീതിയിലാണ് ബോഡി ലഭിക്കുന്നത്. ലത്തീഫിൻ്റെ ഭാര്യയുടെ ബോഡി അടുക്കളയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ ലത്തീഫ് കസേരയിൽ നിന്ന് സംസാരിക്കുമ്പോൾ പുറകിൽ നിന്ന് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചായിരിക്കാം അവൻ അയാളെ കൊലപ്പെടുത്തി. സമയം വൈകുന്നേരം 4:30. അവൻ അവൻ്റെ പ്രണയിനി ഫർസാനയെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവൻ ഫർസാനയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് പോകും. തന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന പെൺകുട്ടി. അതുകൊണ്ടാണല്ലോ അവൻ വിളിച്ചപ്പോൾ അവൾ ധൈര്യമായി വിശ്വാസത്തോടെ അവൻ്റെ വീട്ടിലേക്ക് ചെന്നത്. വീട്ടിലെത്തിയ അവളെ അവൻ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തി. കൂട്ടത്തിൽ ഏറ്റവും വികൃതമായി അവൻ കൊലപ്പെടുത്തിയത് ഫർസാനയായിരുന്നു. സ്കൂളിൽ നിന്ന് വന്ന അനുജനെയും കൂട്ടി വെഞ്ഞാറുമൂട് ജംഗ്ഷനിലുള്ള ഹോട്ടലിലേക്ക് പോകും. അടുത്തുള്ള ജംഗ്ഷനിലെത്തി അവൻ അനുജന് കുറച്ച് പണം നൽകിയിട്ട് നീ ഈ ഹോട്ടലിൽ പോയി അവിടെ നിന്ന് മന്തി വാങ്ങിക്കൊണ്ടുവരാൻ പറയും. മന്തി വാങ്ങാനായി അനുജനെ അവൻ പറഞ്ഞുവിടും. മന്തി വാങ്ങി വന്ന അനിയനെയും അവൻ ക്രൂരമായി കൊലപ്പെടുത്തും. അനിയൻ വാങ്ങിക്കൊണ്ടുവന്ന മന്തി കഴിച്ചതിന് ശേഷം നന്നായി കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ ധരിച്ച് അവൻ ഉമ്മയുടെ ഫോണിൽ നിന്നും ഓട്ടോ ഓടിക്കുന്ന ആളെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുന്നു. അതേ ഓട്ടോയിൽ അവൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അങ്ങനെ കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും പൈശാചികവും മൃഗീയവുമായ കൊലപാതക പരമ്പര പുറം ലോകം അറിയും. എന്തായിരിക്കാം ഈ കൊലപാതകത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം? എന്തിനായിരിക്കാം ഈ നരാധമൻ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപാതകം ചെയ്തത്? ഇത്രയും വിവരങ്ങൾ ഞാൻ ശേഖരിച്ചത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റകൾ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഓരോ ദിവസവും ഓരോ പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ വാർത്തകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും ഈ നരാധമന്, ഈ പിശാചിന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറ്റ്സ് മീ മൈഡി സൈനിങ് ഔട്ട്.